കാവ്യവൽക്കരണ നീക്കവുമായി വീണ്ടും NCERT RSS ബന്ധമുള്ളവരെ നിയമിച്ച് പാഠപുസ്തക സമിതി പുനഃസംഘടിപ്പിച്ചു. പുതിയ സമിതിയിലെ ആകെ 20 അംഗങ്ങളിൽ 4 പേർക്ക് RSSുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് റിപ്പോർട്ട്. 11-12 ക്ലാസുകളിലെ പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള NCERT പാഠപുസ്തക സമിതിയാണ് പുനഃസംഘടിപ്പിച്ചത്. സമിതിയിലെ ആകെ 20 അംഗങ്ങളിൽ 4 പേർക്ക് RSSുമായി അടുത്ത ബന്ധമുണ്ട് എന്നാണ് റിപ്പോർട്ട്. മുൻപ് ചരിത്രത്തെ വളച്ചൊടിക്കുന്നു, ഗാന്ധിവധം, ഗുജറാത്ത് കലാപം തുടങ്ങിയവയെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ വെട്ടിക്കളയുന്നു എന്ന വിമർശനം NCERTക്കെതിരെ ഉയർന്നിരുന്നു. പാഠപുസ്തകങ്ങളിൽ കാവ്യവൽക്കരണം നടത്തുന്നു എന്ന വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പുതിയ പുനഃസംഘടന നടന്നിരിക്കുന്നത്. പുതിയ സമിതിയിലെ 2 പേർ ABVP മുൻ ഭാരവാഹികളാണ്. ABVPയുടെ മുൻ ദേശീയ സെക്രട്ടറിയും നിലവിൽ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ പ്രൊഫസറുമായ വന്ദന മിശ്ര, ABVPയിൽ സംഘടനാ ചുമതലകൾ വഹിച്ചിരുന്ന ദേശ്പാണ്ഡെ എന്നിവർ സമിതിയിലുണ്ട്. ഇവരെ കൂടാതെ RSSുമായി അടുത്ത ബന്ധം പുലർത്തുന്ന പ്രശാന്ത് ദിവേകർ, രവി രാമചന്ദ്ര ശുക്ല എന്നിവരും പാഠപുസ്തക സമിതിയിൽ പുതിയ അംഗങ്ങളാണ്. പാഠപുസ്തക സമിതിയിലേക്ക് RSS അനുകൂലികളെ തിരികെ കയറ്റുന്നതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. പുതിയ നീക്കം പാഠപുസ്തകങ്ങളുടെ ഉള്ളടക്കത്തെയും ചരിത്ര വസ്തുതകളെയും ബാധിക്കുമെന്ന ആശങ്കയാണ് വിദ്യാഭ്യാസ വിദഗ്ധർ പങ്കുവയ്ക്കുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.